നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മോരുകറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 8 മണി ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുക. സവാള വഴണ്ടി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി എല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തിള വരുന്നതിന് മുന്നേ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈസി ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.